ഹായ് ഫ്രണ്ട്സ്, MTT വേൾഡിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടെ സ്വാഗതം. കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിരുന്നു, പഴയ മോഡൽ കാർ സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായ ഒരു ബ്ലൂടൂത്ത് പാനൽ നമുക്ക് നിർമ്മിക്കാമെന്ന്. ആ അടിസ്ഥാനത്തിലാണ് നമ്മളിന്ന് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഒരു ബ്ലൂടൂത്ത് പാനൽ എങ്ങനെ നിർമ്മിക്കാമെന്ന് നമുക്ക് കാണാം. ഈ ബ്ലൂടൂത്ത് പാനലാണ് നമ്മുടെ കാർ സ്റ്റീരിയോയിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുള്ളത്. ഇതിൽ ഓക്സ് ഉണ്ട്, അതുപോലെ തന്നെ USB പെൻഡ്രൈവ് ഉപയോഗിക്കാം, മെമ്മറി കാർഡ് ഇടാം, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ഉപയോഗിക്കാം. ഇതിൻ്റെ കണക്ഷനൊക്കെ വളരെ എളുപ്പം തന്നെയാണ്. DC 5 വോൾട്ടിനാണ് ഇത് വർക്ക് ചെയ്യുന്നത്. നമ്മുടെ മൊബൈൽ ചാർജറൊക്കെ 5 വോൾട്ടിനാണല്ലോ. പിന്നെ മാറിപ്പോകുന്നുള്ള പേടിയൊന്നും വേണ്ട. മാറിപ്പോവാൻ ചാൻസ് ഇല്ലാത്ത വിധത്തിലാണ് അവരിത് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുപോലെ തന്നെ ഓഡിയോ ഔട്ട് കൊടുക്കുന്ന പിന്നാണ് മറ്റൊന്ന്, അതും അതേ രീതിയിൽ തന്നെയാണ് അവരുണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് മാറിപ്പോകില്ല. ഇവിടെ ലെഫ്റ്റ് കാണാം, റൈറ്റ് കാണാം, അതുപോലെ നടുവിൽ ഗ്രൗണ്ട് കാണാം. പവർ കൊടുക്കുന്നത് 5 വോൾട്ട് DC, അതിനും അവിടെ പ്രത്യേകം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഗ്രൗണ്ട് കാണാം, അതുപോലെ തന്നെ 5 വോൾട്ട്. ആ 5 വോൾട്ട് എഴുതി കൊടുത്താണ് പോസിറ്റീവ്, ഗ്രൗണ്ട് എഴുതിയതാണ് നെഗറ്റീവ്. ഇനി നമുക്ക് ഈ പാനൽ ഒരു ബോക്സിൽ സെറ്റ് ചെയ്യണം. അതാണ് അടുത്ത പരിപാടി. ഞാൻ ഈ ഒരു ബോക്സാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഈ പാനലിൻ്റെ അതേ നീളത്തിലാണ് ഈ ബോക്സ് ഉള്ളത്. അതുകൊണ്ട് വലിയ പ്രയാസമില്ലാതെ നല്ല രീതിയിൽ തന്നെ അവിടെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. ബ്ലൂടൂത്ത് പാനൽ വെക്കാൻ ആവശ്യമായ ഒരു ഹോള് നമുക്ക് നീളത്തിലുണ്ടാക്കിയെടുക്കണം. ഇവിടെ ബ്ലൂടൂത്ത് പാനൽ വെക്കാൻ ആവശ്യമായ ഒരു നീളത്തിലുള്ള ഹോള് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഓഡിയോ ഔട്ട് കൊടുക്കാൻ ആവശ്യമായ ഒരു ഫീമെയിൽ സോക്കറ്റ് വെക്കാനുള്ള ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് ഓഡിയോ ഔട്ട് കൊടുക്കാൻ ഫീമെയിൽ സോക്കറ്റ് വെക്കാൻ ആവശ്യമായ ഒരു ഹോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഫീമെയിൽ സോക്കറ്റിന് വില ഏകദേശം 20 രൂപയാണ്. മോണോ അല്ല, സ്റ്റീരിയോ ആണ്. ലെഫ്റ്റ് റൈറ്റ് കിട്ടുന്ന സോക്കറ്റാണ്. അതിന് 20 രൂപയാണ് മാർക്കറ്റിലെ വില. ഓഡിയോ കേബിൾ എപ്പോഴും 3 കേബിളാണ് ഉണ്ടാവുക. ഒന്ന് നടുവിലുള്ളതൊന്ന് ഗ്രൗണ്ടാണ്, മറ്റൊന്ന് ലെഫ്റ്റ്, ഇപ്പുറത്തൊന്ന് റൈറ്റ്. ഇങ്ങനെ 3 കേബിളാണ് ഉണ്ടാവുക. അത് നമുക്ക് ഓഡിയോ ഔട്ട് കൊടുക്കുന്ന സോക്കറ്റിലേക്ക് സോൾഡർ ചെയ്ത് പിടിപ്പിക്കേണ്ടതുണ്ട്. ഈ പിന്നിൻ്റെ ഏറ്റവും മുകൾ ഭാഗത്ത് കാണുന്നതാണ് ഗ്രൗണ്ട്, മറ്റൊന്ന് ലെഫ്റ്റ് റൈറ്റ്. മുകളിലുള്ളതാണ് ഗ്രൗണ്ട് കേട്ടോ. അത് മാറാതെ നോക്കണം. ഇനി അത് നമുക്ക് ബോക്സിലേക്ക് സെറ്റ് ചെയ്യണം. ഓക്കെ, അതിനു മുമ്പ് നമുക്കൊന്ന് സോൾഡർ ചെയ്ത് ഇതിൽ പിടിപ്പിക്കാം, എന്നിട്ട് വെക്കലാവും നല്ലത്. ഇതിലേക്കുള്ള പവർ 5 വാൾട്ട് DC കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് മൊബൈൽ ചാർജർ വഴിയാണ്. അപ്പോൾ അതിലേക്കൊരു മൈക്രോ ഫീമെയിൽ സോക്കറ്റ് വെക്കാൻ ആവശ്യമുള്ള ഒരു ഹോള് നമുക്ക് ഉണ്ടാക്കിയെടുക്കണം. മൈക്രോ ഫീമെയിൽ സോക്കറ്റിന് ഏകദേശം 15 രൂപയാണ് വില വരുന്നത്. അത് വെച്ചിട്ടാണെങ്കിൽ ഫോൺ ചാർജർ വഴി, മൊബൈൽ ചാർജർ വഴി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പ്രയാസമില്ല. ആവശ്യം നേരത്ത് അതിലേക്ക് കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഏത് ചാർജർ വെച്ച് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. അതിന് വേണ്ടിയിട്ടാണ്.
ഇനി നമുക്ക് ആ മൈക്രോ പിന്നിൽ നിന്നുള്ള ഫീമെയിൽ സോക്കറ്റിൽ നിന്നുള്ള 2 കേബിൾ ഈ ബോർഡിലേക്ക് സോൾഡർ ചെയ്ത് കൊടുക്കണം. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു നെഗറ്റീവ് പോസിറ്റീവ് മാറാൻ സാധ്യതയില്ല എന്ന്. അത് അവർ നേരത്തെ തന്നിരുന്ന പിന്ന് തന്നെ കൊടുക്കുമ്പോഴാണ്. എന്നാൽ ഇപ്പോൾ നമ്മളായിട്ട് വേറെ കേബിൾ അതിലേക്ക് സോൾഡർ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നെഗറ്റീവ് പോസിറ്റീവ് മാറാൻ പാടില്ല. അതിൽ തന്ന ചുവപ്പ് വയർ അതാണ് സോക്കറ്റിൻ്റെ പോസിറ്റീവ്, അതുപോലെ തന്നെ മറ്റേതാണ് നെഗറ്റീവ്. അത് മാറാതെ നല്ല ശ്രദ്ധയോടുകൂടെ തന്നെ സോൾഡർ ചെയ്യണം, ഷോർട്ടാവുകയും ചെയ്യരുത്. ചുവപ്പ് വയർ സോൾഡർ ചെയ്യേണ്ടത് 5 വോൾട്ട് എന്ന് എഴുതിയ അതേ പിന്നിലേക്കാണ്. തൊട്ടടുത്ത് ഗ്രൗണ്ട് എന്ന് എഴുതിയതിലേക്കാണ് മറ്റേ വയർ സോൾഡർ ചെയ്യേണ്ടത്. മാറിപ്പോകണ്ട. ഇനി നേരത്തെ നമ്മൾ എടുത്തു വെച്ച ആ ഓഡിയോ ഔട്ടിനുള്ള കേബിൾ അതിലേക്ക് തന്നെ വെച്ച് കൊടുക്കുക. ഓഡിയോ പിന്ന് അതിൻ്റേതായ സ്ഥലത്ത് വെച്ച് ടൈറ്റ് ചെയ്യുക. അപ്പോൾ ഏകദേശം നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പവർ കൊടുക്കാൻ കൊടുത്തിട്ടുള്ള ഫീമെയിൽ സോക്കറ്റ് മൈക്രോ, അതുപോലെ തന്നെ ഓഡിയോ പുറത്തേക്ക് കൊടുക്കുന്ന ഔട്ട്ലൈൻ. ഇനി നമുക്കൊന്ന് കണക്ഷൻ കൊടുത്ത് നോക്കാം. നമ്മുടെ സാധാ മൊബൈൽ ചാർജറാണ്. സി ടൈപ്പ് അല്ല, മൈക്രോ ടൈപ്പാണ്. ഹായ്, വർക്ക് ചെയ്യുന്നുണ്ട്. ബ്ലൂടൂത്ത് ഓക്കെ, നല്ലപോലെ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. മോഡ് മാറ്റുമ്പോൾ അവിടെ മാറുന്നത് കാണാം. FM, ഓക്സ്, ഈ പാനലിൽ കൊടുത്തിട്ടുള്ള കീപാഡ് തന്നെ നമുക്ക് ഉപയോഗിക്കാം. അതല്ല റിമോട്ടാണെങ്കിൽ അങ്ങനെ ഉപയോഗിക്കാം. റിമോട്ട് അതിൻ്റെ കൂടെ ഉണ്ട്. എല്ലാ ഓപ്ഷനും റിമോട്ടിലുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച കാർ സ്റ്റീരിയോയിലേക്ക് എങ്ങനെയാണ് ഈ ബ്ലൂടൂത്ത് പാനലിൽ നിന്ന് കണക്ഷൻ കൊടുക്കുക, അതാണ് അടുത്ത പരിപാടി. അതിന് ഒന്ന് നമ്മൾ ചെയ്യുന്നത് ബ്ലൂടൂത്ത് പാനലിൽ നിന്നുള്ള ഓഡിയോ ഔട്ട് വഴി കാർ സ്റ്റീരിയോൻ്റെ ഓക്സിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുന്നതിനാ ചോദിച്ചാൽ ഇത് നമുക്ക് വേറെ സ്ഥലത്ത് ഉപയോഗിക്കണമെങ്കിൽ എടുത്ത് കൊണ്ടുപോകാൻ പറ്റും. ഈ ബോക്സ് ഇനി അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നുണ്ട്, സാധാ പഴയ ഓഡിയോ സെറ്റുകളിലേക്ക് ഇങ്ങനെ കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റം വരുത്തണമെങ്കിൽ മാറ്റി പല സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ കഴിയണമെങ്കിലാണ് ഇങ്ങനെ ഈ കാർ സ്റ്റീരിയോനെ നമ്മൾ ഫിക്സ് ചെയ്യാതെ വെക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഓക്സ് കേബിൾ വഴി കണക്ഷൻ കൊടുക്കുകയാണ് ചെയ്യുക.
Bluetooth mode. FM mode. AUX mode. Bluetooth mode. FM mode. ഇവിടെ ഓക്സ് കേബിൾ ഇങ്ങനെ പുറത്ത് കാണുന്നത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നവർക്ക് കാർ സ്റ്റീരിയോ അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലെ ഓക്സ് പിന്നിലേക്ക് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. അങ്ങനെ ആകുമ്പോൾ ഈ കേബിൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ പിന്നെ ഈ പാനൽ ബോക്സ് അങ്ങോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് മാത്രം.